രാവിലെ കിഴക്ക് വശത്തൂടി ഇങ്ങനെ പുക ഇങ്ങനെ വരിക. കിഴക്കൂന്ന് ആരാണ്ട് പുക ഇങ്ങനെ ഇട്ടിരിക്കുക. കിഴക്ക് വശത്ത് മോഹൻ സിംഗിന്റെ വീടിന് അപ്പുറത്തുനിന്നോ അവിടെ എങ്ങാണ്ട് ആ പുക ഇട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ മുറിക്കകത്ത് നിൽക്കാൻ വയ്യാത്ത രീതിയില്ല പുക. ഇപ്പോഴും ഉണ്ട് പുക, പക്ഷെ ഒരു മണവും വരുന്നില്ല. അങ്ങനെ പുകയിടിയില്ല. ഇപ്പൊ നമ്മള് പുകയിടുന്നുണ്ട്, ഒരു മണവും വരുന്നില്ല. പുകയിടിയിലും കുറെ മണവും. കേറിയിട്ട് ഇരിക്കുക എന്തായാലും. കുറെ കഥകൾ ഉണ്ടാക്കി രമേഷ് കുമാറിനെ കാണുമ്പോ ഒന്ന് ചോദിക്കും, എന്തായാലും ചോദിക്കും. രമേഷ് കുമാറിനെ കാണുമ്പോ എന്തായാലും ചോദിക്കും. 10 പേരെ മുന്നിട്ടായാലും ചോദിക്കും, നിങ്ങളാണ് എനിക്ക് പൈസ വാങ്ങിച്ചു തന്നത് രാജമ്മയുടെ കയ്യിൽ. ലക്ഷങ്ങൾ രാജമ്മയുടെ കയ്യിൽ പൈസ വാങ്ങിച്ചു തന്നത് നിങ്ങളാണോ? എനിക്കൊന്ന് അറിയണ്ടായിരുന്നു രമേഷ് കുമാറിന്റെ. തെരുവുകളിൽ തന്നെ ഇരിക്കല്ലോ, അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. ഇപ്പം പറഞ്ഞ നന്ദേരായി അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. പറയുന്നത് നന്ദേരായി പറഞ്ഞിട്ടുണ്ടെങ്കിലേ രമേഷ് കുമാറിലേക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ അടി വാങ്ങിക്കുമെന്ന് പറയുവൻ. ഇവനെ അടി കൊടുക്കുമെന്ന് പറയാം. ഇവന് തോന്നിയാസം എടുക്കുന്നതിന് നല്ല അടിയുടെ കുറവായിരുന്നു. നല്ല അടിയുടെ കുറവുണ്ട് തോന്നിയാസം പറയുന്നത്. രാജമ്മയുടെ കാശ് വാങ്ങിക്കാൻ ഞാൻ കൊടുക്കാം. നീ കൊടുക്കാം. കൂടുതൽ ഇവന് നന്ദേരായി തന്നെ പറയുന്നത് ഇവര് കൊടുക്കുക വേണ്ടത്. ഇവൻ ആ ചെറുക്കൻ പറഞ്ഞു ഇവനെ ഒറ്റ തട്ടിനേ ഉള്ളത്. കുമാരദാസ് പറഞ്ഞ ഇങ്ങനെ ഒറ്റ തട്ടിനേ ഉള്ളതാ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒറ്റ തട്ടിനേ ഉള്ളത്. ഇങ്ങനെ ഒറ്റ അടിക്ക് താഴെയുള്ളതാ. ഇവൻ എന്റെ പുറകിന് ചാടി വരിക. നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവൻ പല പുറകിന് ചാടി വരിക. ഇവൻ ആരാ നമ്മുടെ പുറകിന് ചാടി വരാനൊക്കെ? ഇവൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവൻ ആരാ പുറകിന് ചാടാനൊക്കെ? ഇവൻ ആരാ? രോഗമായിട്ട് മാറിയിരിക്കുന്നു. രമേഷ് കുമാറിനോടൊന്ന് ചോദിക്കാം, നീയാണോ എനിക്ക് കാശ് വാങ്ങിയത് രാജമ്മയുടെ കാശ് നീയാണോ എനിക്ക് വാങ്ങിച്ചതെന്ന് ചോദിക്കണ്ട. രമേഷ് കുമാർ രമേശന്റെ കാറായി കുറെ ദിവസം കയറി നടന്നപ്പോഴേക്കാണ് അതിന്റെ സ്നേഹം കാണിക്കുക. വേറൊന്നുമല്ല. രമേശിന്റെ കാശ് തരണമെങ്കിൽ രമേശിനോട് മര്യാദ നിർത്താൻ നാട്ടുകാരെ തോന്നിയാസം പറഞ്ഞുണ്ട്. നമ്മള് ഇതിനകത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ പെരക്കകത്ത് ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ തെളിഞ്ഞായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ലോകം നമ്മൾ തീർച്ചു കൊടുക്കാം. ഇന്ന് വരെ നമ്മളിപ്പോ പോകുമ്പോൾ ഇന്ന് വരെ ചീത്ത വിളിച്ചു. ഇതിന്റെ മോക്കായിരുന്നു സർവീസ് ചെയ്യുക. പല രോഗമായിരുന്നു ഇതിന്റെ മോക്ക് വരെ രോഗം. ഇവർക്ക് രോഗം തീർച്ചു കൊടുക്കാം. ഇതിന്റെ രോഗം ദേവി മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ രോഗം തീർച്ചു കൊടുക്കണ്ടേ? രോഗം ഭയങ്കര ഇവരെ കണ്ടു മലപ്പുറത്തുനിന്ന് പട്ടി മലപ്പുറത്തുനിന്ന് തോന്നി പട്ടി പറയുന്ന കാര്യം ആരും നോക്കണം. ഇപ്പട്ടിക്കാരി കുറവും പറയുന്നത് മലപ്പുറത്തുനിന്ന് തോന്നി ഇപ്പട്ടിക്കാരി കുറവും പറയുന്നത് ആരും നോക്കും എങ്ങാണ്ട് വേണ്ടി. പിന്നെ ആരെയും കൂട്ടി പിടിച്ച് നടക്കണം, അതേ ഉള്ളൂ. എങ്കിൽ അതിന് അടി വാങ്ങിക്കുമെന്നറിയാം. അതിനെ ആ വ്യക്തിയെയൊക്കെ കൂട്ടി പിടിച്ച് നടക്കുന്നു. രമേശിനെയും കൂട്ടിപ്പിടിക്കുന്ന കാര്യമില്ല, അവരെയും കൂട്ടിപ്പിടിക്കുന്ന കാര്യമില്ല. രമേഷ് കുമാറിന്റെ വീട്ടിലൊന്നും കൂടെ കാര്യമില്ല. രമേഷ് കുമാർ ഉണ്ടല്ലോ, അവർ രണ്ടു കൈ കൊണ്ട് ബാധിച്ചിട്ടുണ്ട്. എന്റെ രമേഷ് കുമാറിന്റെ വീട്ടിലുള്ളതിനൊക്കെ എനിക്കല്ല. അല്ലെ ഉള്ളിൽ വരെ അനിയന്റെ വരെ ലിംബിളിന്റെ മുഖം വേറെ ആരുമല്ല. ഇനി അത്രത്തോളൊന്നുമല്ല. ഇവിടെയൊക്കെ അറിയാത്ത കാര്യമില്ല. രമേഷ് കുമാറിന്റെ ആദ്യത്തെ ഭാര്യ കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അറിഞ്ഞാളോ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ അവിടെ പോവോ? അങ്ങനെ ആൾക്കാരൊന്നുമല്ല. രമേഷ് കുമാർ ഇവന്റെ
രമേശ് കുമാർ ആ നാട്ടുകാർക്കൊക്കെ പണം വാങ്ങിച്ചു തരുന്നത്. അവൻ വിചാരിച്ച രമേശ് കുമാറിനെക്കാട്ട് വലിയ നാട്ടിലിരുന്നുണ്ട് കല്യാണമൊന്നും ഇല്ലല്ലോ. ഇവിടെ ചെണ്ടി വന്നു നിൽക്കും. ഞാൻ രാത്രി അടുക്കളയിൽ വന്നു നിൽക്കും. അതുകൊണ്ട് അവന് മനുഷ്യനെ അറിയാത്തത്. രമേശ് നമുക്കറിയാം. രമേശ് കുമാർ കൊണ്ട് എന്തുവാ പെലയമാറ എന്തുവാ ഇടിക്കാൻ തുടങ്ങിയവനാണ്. പെലയമാരുടെ തട്ടുംപുറത്ത് കിടന്നുറങ്ങിയവനാണ്. ആര് പറഞ്ഞു? നാരായണിയുടെ വട്ടുംപുറത്ത്, നാരായണിയുടെ പത്താംപുറത്ത് കിടന്നുറങ്ങിയവനാണ്. നാരായണിയുടെ തട്ടുംപുറത്ത് ഇതെന്തോ പത്താംപുറത്ത് കിടന്നുറങ്ങിയ കാര്യം അവര് തന്നെ പറയുന്ന കേൾക്കാം. നാരായണിയുടെ പത്താംപുറത്ത്, നാരായണിയുടെ ഇപ്പുറത്ത് എന്റെ വീട്. റെജിയോ? റെജിയുടെ വീട്ടിലായിരുന്നു അതുപോലെ ഒന്നും ഇല്ലാത്തവനാണ് ഇവൻ. രമേശ് കുമാറിന് അഡ്രസ് ഉണ്ടായത് ആർക്കും അറിയത്തില്ലടാ. അയ്യോ, രമേശ് കുമാറിന്റെ വിരീച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ പാല് കൊണ്ട് പോകുന്നവനായിരുന്നു. പാലും കൊണ്ട് പറയും. ഇവിടുത്തെ പാലും കൊണ്ട് നടന്നവനാ. എന്റെ പെങ്ങള് എണ്ണ തേക്കാൻ തലയിൽ വെയിറ്റില്ലാതെ നടന്നത് നമുക്കറിയാം. എണ്ണ തേക്കാൻ തലയിൽ എണ്ണ തേക്കാൻ ഇല്ലാതെ വെളിയിൽ നടന്നത്. നമ്മളെ പറയുന്നവൻ എന്തുവാ? അപ്പൊ നമ്മളെ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ തമിഴായി പറയുന്നത് നമ്മള് അവൻ പറഞ്ഞു നീ പറ്റും കേട്ടോ. ഇവനെന്നെ തമിഴായി പറയുന്നത്. രമേശ് കുമാറിന്റെ പേരൊക്കെ പറയുന്നത് ആരൊക്കെയാ നമുക്ക് എതിരെന്നുള്ളതൊക്കെ അറിയാം. രമേശ് കുമാറിന് എന്ത് ഇത്ര വലിയ ഷോക്കേട്? രമേശ് കുമാർ അവിടെ കിടക്കുന്നത് നമ്മളോട് എന്ത് ഇത്ര ഷോക്കേട് അവര് അറിയണ്ടേ? രമേശ് കുമാറിന്റെ അനിയനൊക്കെ പിന്നെ പണമുണ്ട്. പണം ഉണ്ടെങ്കിൽ എന്തോ ആവുമെന്നാണ് യൂണിറ്റ് പറയുന്നത്. രമേശ് കുമാർ എന്താ നമ്മള് രാജമ്മയുടെ കാശ് വാങ്ങിക്കുന്നത് രമേശ് കുമാർ. രാജമ്മ എങ്ങനെ ഈ രമേശ് കുമാറിന് അറിയുന്നത്? നമ്മുടെ വീട്ടിൽ വന്ന് ഇന്ന് രാജമ്മ ഈ രമേശ് കുമാറിന് എങ്ങനെ അറിയാനാ? ഇവിടെ അല്ലാതെ രമേശ് കുമാറിന്റെ കൂടെ രാജമ്മ നിന്നത്. രമേശ് കുമാറിന്റെ കൂടെ അല്ല. ഒരു ദിവസം ഇവിടെ രമേശിനെ കണ്ട് കാര്യത്തിൽ വന്നു. രാജമ്മയോടെ ഉള്ളപ്പോ ഞാൻ പറയും എന്റെ ഭാര്യ എപ്പോഴാണ് മരിച്ചു പോയായിരുന്നു. ആ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ മാത്രം രമേശിനെ അറിയാം, അല്ലാതെ ആരെങ്കിലും രമേശിനെ അറിയത്തില്ല. ഇതിന്റെ അവരുടെയൊക്കെ മനസ്സിലെ ദേഷ്യവും പഴക്കമൊക്കെ എന്തോ നമുക്കറിയത്തില്ല. ഇത്തവണ വോട്ട് ചോദിക്കാൻ വന്നിട്ട് ചോദിച്ചില്ല അത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞു അയ്യോ വോട്ട് ചോദിച്ചില്ലല്ലോ. രമേശ് കുമാറിനല്ലല്ലോ ഇവിടെ വോട്ട് കൊടുത്തത്. ഇവിടെ രമേശ് കുമാറിനെ അല്ല വോട്ട് കൊടുത്തത്. രമേശ് കുമാറിന് വോട്ട് കൊടുത്തില്ലെങ്കിൽ ഇവൻ നമ്മളെ പിടിച്ചു പോകും. പിന്നെ വോട്ട് കൊടുക്കണം, അങ്ങനെ കൊടുക്കാൻ ഇതെന്തുവാ? രമേശ് കുമാറിന് നിർബന്ധമൊന്നുമില്ല. രമേശ് കുമാർ വോട്ടിന് വന്നില്ല. ഇവിടെ വോട്ടിനൊക്കെ ജയിച്ചു. അവൻ ജയിച്ചാലും തോറ്റാലും കൊടുക്കത്തില്ല, അത്രേ ഉള്ളൂ. അവര് പാല് കൊണ്ടുപോയെന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇവൻ അത്ര വലിയ ആളൊന്നും ആവണ്ട. ഇവിടെ രമേശ് കുമാർ എങ്ങനെ നടന്നതാണൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. അല്ലാതെ കൂടുതലൊന്നും ആളുമൊന്നും ആവണ്ട. കുമാറിന്റെ തന്തേ ഇവിടെ നിങ്ങളുടെ അച്ഛന്റെ കണ്ട് വാങ്ങിച്ച് കുടിച്ചു